നമുക്ക് ഷ്രിമ്പാണ് എടുക്കാൻ പോകുന്നത്. കൊഞ്ച്, നല്ല വലിയ കൊഞ്ച് ഷ്രിമ്പ് കുറച്ച് ഗ്രേവി വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഫസ്റ്റിലെ ഞാൻ കടുകിട്ടു. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള എടുത്ത് ചെറിയതായിട്ട് അരിഞ്ഞു. ഇനി വേണ്ടത് ജിഞ്ചർ ആൻഡ് ഗാർലിക്ക്, ഒരു പച്ചമുളക്, ഇവിടുത്തെ വലിയ പച്ചമുളകാണ് അത്. പിന്നെ ടൊമാറ്റോ, ഒരു 1½ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുമന്നത്. ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ഈ ഗാർലിക്കും ജിഞ്ചറും കൂടെ ആഡ് ചെയ്യാം. ഒരു 4 വലിയ അല്ലിയായിരുന്നു, വലിയതാണ് ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതായത് 4 പീസും ജിഞ്ചർ പേസ്റ്റാണ്. അതൊരു കാൽ ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. അങ്ങനെയായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് പെപ്പർ കൂടെ ചേർക്കേണ്ടി വരും. ഇതൊരു ഹാഫ് കുക്ക്ഡായി. അതിലേക്ക് ഞാൻ ടൊമാറ്റോ ഇടുക. ടൊമാറ്റോയും പച്ചമുളകും. നല്ലപോലെ ടൊമാറ്റോ തന്നെ വേകട്ടെ. നല്ലതുപോലെ ആയി. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ഉള്ളിയിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്കതിന് വേണ്ട പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി വേണ്ട പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല ചിക്കൻ 1 ടീസ്പൂൺ. നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഇളക്കുക. വെള്ളം കുറച്ച് ആഡ് ചെയ്യും. അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാണ്. ആവശ്യത്തിന് വെള്ളം. ഇത് കുക്ക്ഡ്
ഷ്രിമ്പാണ് ഇവിടെ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം ഇത് അധികം വേണ്ട. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. അപ്പോൾ ആ ഗ്രേവി എല്ലാം ഇതിലൊന്ന് പിടിക്കാൻ ടൈം കൊടുക്കാം. ഓക്കെ, സ്വല്പം ഉപ്പൂടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചു ഒന്ന് കുറുകി. ഇനി ഞാൻ അതിലേക്ക് ഷ്രിമ്പ് ഇടുകയാണ്. ക്ലീൻ ചെയ്ത് ഫുഡുമായിട്ട് കിട്ടുന്നതാണ്, നമുക്ക് എളുപ്പമാണ് വെക്കാൻ. ഷ്രിമ്പ് ഇട്ടു. ലെമൺ നാരങ്ങ പിഴിഞ്ഞത് ഇരിപ്പുണ്ട്. ഞാനതിൽ ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ഇടും. എടുത്ത പച്ചമുളകാണ്. കൂടുതലിട്ട് കുക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത്. കുക്ക്ഡ് ഷ്രിമ്പ് ആയതുകൊണ്ട് അധികം ഉപ്പ് കരിയും പുളിയും പിടിക്കാൻ മാത്രം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. എല്ലാം ഓക്കെയാണ്. ലാസ്റ്റിൽ ഇച്ചിരി തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ഇടാം. അടിപൊളി ഷ്രിമ്പ് കറിയാണ്. എളുപ്പമായിരുന്നു. കുക്ക്ഡ് ഷ്രിമ്പ് കൂടെ ആയിരുന്നുകൊണ്ട് എളുപ്പമായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മുടെ ഷ്രിമ്പ് കറി ഒന്നുകൂടെ തിളച്ചോട്ടെ. അടച്ച് വെക്കുകയാണേ. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നട്ട്സ് അരച്ചൊഴിച്ചാലും മതി. അതും നല്ല ടേസ്റ്റാണ്. അടിപൊളി ഷ്രിമ്പ് കറിയാണ്. അങ്ങനെ നമ്മുടെ ഷ്രിമ്പ് കറി തിളയ്ക്കുന്ന കണ്ടോ. അപ്പം ഞാനിത് ഓഫാക്കും. 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇത് ഓഫാക്കും. എടുത്ത് കാണിക്കാം. തേങ്ങാപ്പാലിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഗ്രേവിയൊക്കെ ഇച്ചിരി ചപ്പാത്തിയൊക്കെ തിന്നുന്നതിന് വേണ്ടിയുണ്ട്. നല്ല അടിപൊളി ഷ്രിമ്പ് കറി ഉണ്ടാകും. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക, അതിനോടൊപ്പം പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.